കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്നിനടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്പസമയം മുന്നേ പുറത്തുവന്നത്. അടിവാരം സ്വദേശി സുബൈദിയാണ് കൊല്ലപ്പെട്ടത്. മകൻ ആഷിഖ് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, അത് വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അത് നമ്മുടെ തന്നെ മനസാക്ഷിയെ ഒരു ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് വന്നത്. എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചു എന്നും അറിയുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പുതുപ്പാടിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മകൻ മാതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അതിൻ്റെ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ പ്രതി എത്തിയത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരുവിൽ ഈ യുവാവ് ഏറെ നാളായി മയക്കുമരുന്നിന് അടിമയായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ബാംഗ്ലൂരുവിലെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഈ യുവാവിനെ ചികിത്സക്കായിക്കൊണ്ടിരുന്നത്. അവിടെയായിരുന്നു ഈ യുവാവ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ നാട്ടിലെ എത്തുകയും അതിനുശേഷം ഈ കൊലപാതകം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ ട്യൂമറിന് ചികിത്സ തേടിക്കൊണ്ട് ഏതാനും നാളുകളായി ഒരു തളർന്ന അവസ്ഥയിലാണ് ഈ മാതാവായിട്ടുള്ള സുബൈദ ഉള്ളത്. അവരുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ആ വേളയിലാണ് 25-കാരനായിട്ടുള്ള മകൻ അവിടെ എത്തുകയും ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള പ്രകോപനമില്ലാതെയാണ് ഈ കൊലപാതകം എന്നാണ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ അയൽവാസികളുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വെട്ടുകത്തി വാങ്ങിയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. തേങ്ങ പൊളിക്കാനാണ് കത്തി വേണ്ടതെന്നും അങ്ങനെ തേങ്ങ പൊളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തി വാങ്ങിക്കൊണ്ടുവന്നു. അതിന് പിറകെ വീട്ടിലേക്ക് വരികയും അങ്ങനെ ഈ അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കൊലപാതകത്തിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങുകയും ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഈ വെട്ടുകത്തി അത് കഴുകി അതിലുണ്ടായിരുന്ന രക്തം കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു യുവാവ്. ആ വേളയിലാണ് നാട്ടുകാർ പിടികൂടിക്കൊണ്ട് പോലീസിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രതിക്ക് ഇപ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതയാണോ ഇത്തരം സംഭവത്തിലേക്ക് ഇടയാക്കിയത് എന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ സുബൈദയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ആഷിക്ക് ഒരേ ഒരു മകനാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് താമരശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി സമീർ, ആ അമ്മ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ, അത്തരത്തിലാണ് തൻ സ്വന്തം മകൻ്റെ ഒരു കത്തി കൊണ്ട് കൊല്ലപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിൽ അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ദയനീയമായിട്ടുള്ള ദുഃഖം തോന്നുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നാട്ടുകാരുടെ ഒരു പ്രതികരണം കൊണ്ട് വരുന്നുണ്ട്. അതിലേക്ക് ഇവിടെ അടുത്തുള്ള വീട്ടിലുള്ള ആളുകളെ സൗണ്ട് ഇട്ടാണ് ഞാൻ കൊണ്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉള്ളിൽ താത്തേനെ വെട്ടിയുണ്ട് കുടിവെള്ളം കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നില്ലായിരുന്നു, ഉള്ളിലായിരുന്നു. പിന്നെ സൗണ്ട് കെട്ടി കത്തിയും കൊണ്ട് പുറത്തേക്ക് വന്ന് ആർക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിൻ്റെ അടുത്ത് നിന്ന് കത്തി കഴുകി കത്തി അവിടെ വെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിലടയ്ക്കുക ചെയ്തത്. പിന്നെ പോലീസൊക്കെ വന്നതിന് ശേഷമാണ് വാതിൽ തുറന്നത്. ഇവന് ഈ സ്ഥിരമായിട്ടുള്ള ഈ പരിപാടിയാണ്. അങ്ങനെ ഇവരെ ആക്രമിക്കുക അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിരുന്നു. താമസിക്കലുണ്ട്. ഇവനെവിടെ സ്ഥിരം കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ തന്നെ ഒരു വർഷത്തിൽ കൂടുതലേ, 2 വർഷത്തോളമായി. ഒറ്റ മോനം. ഇത്തരം പ്രശ്നങ്ങളാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ. അയൽവാസികളായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്താണ് ഞങ്ങൾ കൂടെ ഇടപെട്ട് പ്രാവശ്യം പിടിച്ച് വെട്ടി. അപ്പോൾ നമ്മൾ ആ മകൻ്റെ ഫോട്ടോ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, വളരെ ചെറിയ ഒരു പയ്യനാണ്, മാത്രമല്ല സൗന്ദര്യം ആപേക്ഷികമെന്നൊക്കെ പറയുമ്പോഴും സുമുഖനായ ഒരു യുവാവാണ്. ആരോഗ്യം കാണുമ്പോൾ നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് എത്ര സുന്ദരമായി ജീവിക്കാവുന്ന ഒരു ജീവിതമാണ്. ഇനിയിപ്പോൾ ജയിലിൽ ആയിരിക്കും അവസ്ഥ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ആലോചിക്കുന്നുണ്ടോ, അത് ആലോചിക്കാനുള്ള ബോധം ലഹരി അവർക്ക് നൽകുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്.